എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ശ്രദ്ധിക്കുക. മാർച്ച് 31 അവസാനിക്കുകയാണ്. അതിനാൽ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക് ആയിക്കോട്ടെ, അതല്ല എങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകളായിക്കോട്ടെ, സഹകരണ സംഘങ്ങൾ തുടങ്ങി എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ശ്രദ്ധിക്കുക. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസം 1 മുതൽ ATM വഴിയുള്ള പണം പിൻവലിക്കലിൽ മാറ്റങ്ങൾ വരികയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യ പിൻവലിക്കലുകളുടെ എണ്ണം നിജപ്പെടുത്തി എന്നുള്ളതാണ്. അടുത്തയാഴ്ച മുതൽ മറ്റ് ബാങ്കുകളിൽ നിന്ന് പ്രതിമാസം വെറും 3 സൗജന്യ പണം പിൻവലിക്കലുകൾ മാത്രമാവും അനുവദിക്കുക. ഇതിനുശേഷമുള്ള ഓരോ പിൻവലിക്കലുകൾക്കും 20 മുതൽ 25 രൂപ വരെ ഈടാക്കും. അതായത് ഇനി ഓൺലൈൻ രീതിയിലേക്ക് കൂടുതൽ മാറേണ്ടി വരുമെന്ന് ചുരുക്കം. മറ്റൊരു പ്രധാന അറിയിപ്പ് മിനിമം ബാലൻസിന്റെ കാര്യത്തിലും മാറ്റങ്ങൾ വരികയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, അതോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുത്തുകയാണ്. ഇടപാടുകൾ നടത്തുന്ന ബാങ്ക്, ബ്രാഞ്ച് എന്നീ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാകും ഇനി മുതൽ മിനിമം ബാലൻസ് സ്വീകരിക്കുക. ഇതിൻ പ്രകാരം ഇനി മുതൽ നഗരങ്ങളിൽ മിനിമം ബാലൻസ് തുക അത് കൂടുതലും, ഗ്രാമങ്ങളിലാകട്ടെ കുറവുമായിരിക്കും. മിനിമം ബാലൻസ് പാലിച്ചില്ല എങ്കിൽ പിഴയിലും വ്യത്യാസങ്ങളുണ്ടാകും. ഓരോ ബാങ്കിലും വ്യത്യസ്ത നിരക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മറ്റൊരു പ്രധാന അറിയിപ്പ് 2025 ഏപ്രിൽ 1 മുതൽ ഫോൺപേ, ഗൂഗിൾ പേ, പേടിഎം പോലെയുള്ള UPI ആപ്പുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതായിരിക്കും. ദീർഘകാലമായിട്ട് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ UPIയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ അത് സജീവമല്ല എങ്കിൽ, അല്ലെങ്കിൽ അത് ദീർഘകാലമായി റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ ആ നമ്പറുകൾ ഇപ്പോഴും നിലവിൽ സജീവമാണോ എന്ന് ടെലികോം ദാതാവിന്, അതല്ല എങ്കിൽ ജിയോ, എയർടെൽ, VI, BSNL തുടങ്ങിയവയൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഉറപ്പാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ നമ്പറുകൾ വീണ്ടും സജീവമാക്കുകയോ പുതിയ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ എല്ലാ ആഴ്ചയിലും പരിഷ്കരിക്കണമെന്ന് NPCI ബാങ്കുകൾക്കും UPI ആപ്പുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അടുത്ത പ്രധാന അറിയിപ്പ് പോസിറ്റീവ് പേ സിസ്റ്റമാണ്. ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോസിറ്റീവ് പേ സിസ്റ്റം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടപാടുകളിലെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി ബാങ്കുകൾ ഈ സംവിധാനം നടപ്പാക്കുകയാണ്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾ നൽകുന്ന ഉപയോക്താവ് അവർ നൽകുന്ന ചെക്കുകളുടെ പ്രധാന വിവരങ്ങൾ ബാങ്കിന് നൽകേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.